മഴതോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയുടെ അഭ്യർത്ഥന തള്ളിക്കളയാൻ കഴിയില്ലെന്ന് ആൻസി കൂടി പറഞ്ഞതോടെ സ്റ്റാൻലി അലീനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന്. അലീന ഉറപ്പാണോ പപ്പ എന്ന് ചോദിക്കുമ്പോഴും ഉറപ്പാടി, എന്നെക്കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് നോക്കട്ടെ. നീ എന്തായാലും എനിക്ക് ആ പയ്യൻ്റെ അഡ്രസ്സൊക്കെ ഒന്ന് തന്നേക്ക്. ഞാൻ എൻ്റെ വഴിക്ക് എങ്ങനെയാണെന്ന് ഒന്ന് ആലോചിച്ചിട്ട് നിന്നോട് ഞാൻ പറയാം. പപ്പ, എടുത്ത് ചാടിയൊന്നും ചെയ്തേക്കല്ലേ. എന്നോട് കൂടി അഭിപ്രായം ചോദിച്ചിട്ട് വേണേ. എനിക്ക് പേടിയാണ്. അതെന്തിനാ നിന്നോട് ഞാൻ അഭിപ്രായം ചോദിക്കുന്നേ? സ്റ്റാൻലി അലീനയോടായി ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് പിന്നെ പപ്പ, വേറൊന്നും കൊണ്ടല്ല. ആ പയ്യൻ വളരെ പാവപ്പെട്ട വീട്ടിലെയാണ്. അവന് ആകെ ഒരു മകൻ എന്തോ ഉള്ളൂന്നാ മുമ്പ് കൃഷ്ണമോൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ മനുവേട്ടനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളായിട്ട് എന്തിനാ പപ്പ? രോഹിത്തിൻ്റെ അവസ്ഥ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കണ്ടതല്ലേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കൊച്ചേ, നീ പേടിക്കണ്ട. ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത രീതിയിൽ ഞാനത് കൈകാര്യം ചെയ്തോളാം. നീ എന്തായാലും ആ അഡ്രസ്സ് ഒന്ന് വാങ്ങിച്ച് എനിക്കൊന്ന് അയച്ചിട്. നമുക്ക് ആ ഭാഗത്ത് എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് അതിൻ്റേതായ രീതിയിലൊന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി മുകളിലേക്ക് റൂമിലേക്ക് പോവുകയാണ്. ഇതേ സമയം അലീന ബബിതയെ നേരിട്ട് തന്നെ വിളിക്കുകയാണ്. കൃഷ്ണമോളെയല്ല വിളിക്കുന്നത്, അലീന ബബിതയെ തന്നെ വിളിക്കുന്നുണ്ട്. അലീനയുടെ കോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ബബിത ചാടിക്കയറി കോൾ അറ്റൻഡ് ചെയ്യാണ്. ചേച്ചി എന്തായി? എന്തെങ്കിലും ഒരു കാര്യം ചേച്ചി ചെയ്തായിരുന്നോ? എടി, നീ ഒന്ന് ചാടാതിരിക്കേ. ഇത് ഒറ്റയടിക്ക് നീ വിളിച്ച് പറഞ്ഞ് 2 മണിക്കൂർ കൊണ്ട് നടത്തിയെടുക്കാവുന്ന കാര്യം എന്തെങ്കിലും ആണോ ഇത്? ഞാൻ വീണ്ടും നിന്നെ കുറ്റപ്പെടുത്താണെന്ന് തോന്നരുത്. ഇതിനൊക്കെ ഒരു എന്താ പറയേണ്ടത്? ഇനിയെങ്കിലും നീ ഇങ്ങനെയൊന്നും ചെന്ന് പെടാതിരിക്കണം. നമ്മൾ പെൺകുട്ടികളാണ്. എത്രയൊക്കെ കാലം വളർന്നു എന്ന് പറഞ്ഞാലും ബബിതേ, പെൺകുട്ടികൾക്ക് മാത്രമായിരിക്കും എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ളത്. അവർക്കൊക്കെ ഒന്നും നഷ്ടപ്പെടാനില്ല ബബിതേ. അതെങ്കിലും ഇനി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ വിളിച്ചത് വീണ്ടും നിന്നെ കുറ്റപ്പെടുത്താനൊന്നുമല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി. ബബിത തിരിച്ച് അലീനയോട് പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് നീ അമലിൻ്റെ പേരും അഡ്രസ്സും ഡീറ്റെയിൽ ആയിട്ടൊന്ന് വാട്സപ്പ് ചെയ്ത് തരണം. എന്തിനാ ചേച്ചി? അതൊക്കെ ഞാൻ നിന്നോട് പിന്നീട് പറഞ്ഞോളാം. നീ പറയുന്നത് പോലെ ഇപ്പം തന്നെ ഒന്ന് ചെയ്യേ. ഇതേ സമയം റൂമിലേക്ക് കടന്നു വന്ന കൃഷ്ണമോൾ കേൾക്കുന്നുണ്ടായിരുന്നു ബബിത അലീനയോട് ഫോണിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, അലീന ചേച്ചിയാണോ വിളിച്ചത്? എന്താ പറഞ്ഞേ? അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലാടി, അവൻ്റെ അഡ്രസ്സാണ് ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോണെടുത്ത് അലീനയുടെ വാട്സപ്പിലേക്ക് അമലിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമലിൻ്റെ കോള് വരികയാണ്. അതോടെ ബബിതയ്ക്ക് വീണ്ടും ടെൻഷൻ ആവുകയാണ്. ബബിത ആകെ വിറയ്ക്കുന്ന പോലെയായി. ബബിതയുടെ മുഖം ആകെ മാറിയത് കണ്ട് കൃഷ്ണമോൾ ചോദിച്ചു, ചേച്ചി അവനാണോ വിളിക്കുന്നത്? അതെ, അവൻ തന്നെയാണ്. അവൻ എന്തിനാണ് ഇനിയും എന്നെ വിളിക്കുന്നത്? അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അത് ചേച്ചിക്ക് മനസ്സിലായില്ലേ? നാളെ എന്നെയും കൊണ്ട് ചെല്ലേണ്ടത് എവിടേക്കാണെന്ന് പറയാൻ വേണ്ടി വിളിക്കാമെന്ന് അവൻ പറഞ്ഞിരുന്നതല്ലേ. എടുത്തിട്ട് ചോദിക്ക് എവിടേക്കാണ് വരേണ്ടതെന്ന്. അവനെ നാളത്തോടു കൂടി എന്തായാലും അലീന ചേച്ചി ഒരു പാടവനെ പഠിപ്പിക്കും. അവന് അറിയില്ല നമ്മളോട് കളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം? അത് നിനക്ക് മനസ്സിലായില്ലേ? അവൻ്റെ ധൈര്യം എൻ്റെ വീഡിയോസാണ്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമല്ല. ചേച്ചി എന്തായാലും അവൻ്റെ കോളൊന്ന് അറ്റൻഡ് ചെയ്യ്. അവനെന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാമല്ലോ. ബബിത കോൾ എടുക്കാനായപ്പോഴേക്കും കോള് കട്ടാവുകയാണ്. അപ്പോൾ ബബിത കൃഷ്ണമോളോട് പറയുന്നുണ്ട്, അവൻ്റെ കോള് ഡിസ്കണക്റ്റ് ആയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തിരിച്ച് വിളിക്കണോ അവനെ? ഏയ് വേണ്ട, അവൻ ഇങ്ങോട്ട് തന്നെ വിളിച്ചോളും ചേച്ചി അലീന ചേച്ചിക്ക് ആ അഡ്രസ്സൊക്കെ ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ബബിത വീണ്ടും അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്ത് അലീനയ്ക്കായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം വീണ്ടും അവൻ്റെ കോൾ വരികയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബബിത കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമൽ ചോദിക്കുകയാണ്, ഓ നീയപ്പോൾ
ആദ്യത്തെ കോള് അറ്റൻഡ് ചെയ്യാതിരുന്നതാണല്ലേ? നീ എന്താ വിചാരിച്ചത്? നീ ഒന്ന് കോൾ എടുക്കാതാവുമ്പോഴേക്കും ഞാനങ്ങ് മിണ്ടാതെ പോയിക്കോളുമെന്നോ? അത് കരുതിയിട്ടാണോ നീ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്? അമലേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാമായിരുന്നല്ലോ. അതുകൊണ്ടല്ല, ഞാൻ കോള് പെട്ടെന്ന് കണ്ടില്ല. എടുക്കാൻ വന്നപ്പോഴേക്കും കോള് ഡിസ്കണക്റ്റ് ആവുകയും ചെയ്തു. അതെ അതെ, ആ അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ ഞാൻ വിളിച്ചത് എന്തിനാണെന്നറിയാമോ നിനക്ക്? ഇല്ല, നീ എന്തിനാ വിളിച്ചത്? നിന്നെ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിൽ പോയത് നിനക്ക് ഓർമ്മയില്ലേ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനന്ന് നിന്നോട് പറഞ്ഞിരുന്നല്ലോ, അവരെല്ലാം എബ്രോഡാണെന്നും അവരാരും ഇവിടെ വരില്ലെന്നും പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മളന്ന് ആ വീട്ടിൽ പോയത്. എനിക്ക് ഓർമ്മയുണ്ട്. നീ കാര്യം പറഞ്ഞോ? വേറൊന്നുമല്ല, നീയേ ഒന്നില്ലെങ്കിൽ നാളെ നിൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അവളെയും കൂട്ടി അങ്ങോട്ട് വരണം. അതല്ല, അവളെയും കൊണ്ടുവരാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപയായിട്ട് വൈകുന്നേരം ഒരു 5 മണിയാവുമ്പോൾ നീ അങ്ങോട്ട് എത്തിയേക്ക്. അല്ലെങ്കിൽ 5 മണി വേണ്ട, ഒരു 3 മണിയാവുമ്പോൾ അങ്ങോട്ട് എത്തിയേക്ക്. എനിക്ക് ആ ക്യാഷൊക്കെ തന്ന് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം നിന്നെ എന്നേക്കുമായി ഞാൻ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. എന്താ, ഓക്കെ അല്ലേ? ബബിത ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. ബബിതയുടെ സംസാരമൊന്നും കേൾക്കുന്നില്ലെന്ന് മനസ്സിലാക്കി അമൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ നീയൊന്നും പറഞ്ഞില്ല? നിൻ്റെ മറുപടി കിട്ടിയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. വീഡിയോസൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ളതാ, എങ്കിലും കാണുന്നവർക്കൊരു ഇമ്പ്രഷൻ വരണമല്ലോ. ഒന്നും കൂടിയൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. എന്തു പറയുന്നു നീ? ഞാൻ വന്നോളാം എന്ന് പറയുമ്പോൾ എങ്ങനെയാ? 10 ലക്ഷം രൂപയാണോ അതോ നിങ്ങൾ വന്നോളാമെന്നാണോ? അതെങ്ങനെയാണെന്ന് നാളെ ഞാൻ പറഞ്ഞോളാം അമലേ. നീ ഒന്ന് കോള് കട്ട് ചെയ്യുന്നുണ്ടോ? ആയിക്കോട്ടെ. ഒരു പക്ഷേ ഇതെൻ്റെ അവസാനത്തെ കോളായിരിക്കും അല്ലേ ബബിതേ? നാളെ 5 മണിക്ക് നമ്മ തമ്മിൽ കണ്ടതിന് ശേഷം പിന്നെ എനിക്ക് നിന്നെ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ശരിയപ്പോൾ, ഗുഡ് നൈറ്റ്. ബബിത കൃഷ്ണമോളോടായി പറയുന്നുണ്ട്, മോളെ, ഈ കണ്ട കാലത്തിനിടക്ക് അവനും ഞാനും തമ്മിൽ ഈ റിലേഷൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇത്രയും കാലത്തിനിടക്ക് ഇങ്ങനെ ഒരു സ്വഭാവം അവനിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ കണ്ട ഒരാളെ ആയിരുന്നില്ല അമൽ. 2 ദിവസമായിട്ട് ഞാൻ കാണുന്ന അമലും ഞാൻ മനസ്സിലാക്കിയ അമലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എത്ര പെട്ടെന്നാണല്ലേ മനുഷ്യന്മാരെല്ലാവരും മാറുന്നത്. ചേച്ചി, ഇനിയെങ്കിലും എല്ലാവരെയും ഇങ്ങനെയൊന്നും വിശ്വസിക്കരുത്. ചേച്ചിക്ക് മനസ്സിലായില്ലേ? ചേച്ചിയുടെ ജീവിതം തന്നെ തകർക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ബോംബാണ് ഇപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ ചേച്ചി ജീവിച്ചിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും അലീന ചേച്ചിയെ ഒന്ന് വിളിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ പെട്ടെന്ന് അവളുടെ ഫോൺ എടുക്കുകയാണ്. അലീനയെ വിളിക്കുമ്പോൾ അലീന പെട്ടെന്ന് എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കൃഷ്ണമോൾ ബബിതയോട് പറയുന്നുണ്ട്, ചേച്ചി ഒന്ന് നോക്കിയേ, ചേച്ചി അയച്ച മെസ്സേജ് അലീന ചേച്ചി കണ്ടായിരുന്നു ഒന്ന് നോക്കിയേ എന്ന് പറയുമ്പോൾ ബബിത ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ഇല്ല മോളെ, വാട്സപ്പിൽ ചേച്ചി ഒരുപാട് സമയം മുമ്പേ പോയതായിട്ടാണ് ലാസ്റ്റ് സീൻ കാണിക്കുന്നത്. ചേച്ചി വേറെ എന്തെങ്കിലും തിരക്കിലായിരിക്കും, നമുക്ക് ഒന്നും കൂടി വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. 2ാമത്തെ റിങ്ങിൽ തന്നെ അവിടെ അലീന കോള് അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഫോൺ എടുക്കാതെ ആയപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. എന്തിനാ പേടിച്ചു പോയത്? അല്ല, ചേച്ചിക്ക് ബുദ്ധിമുട്ടായോന്ന്? അതെന്തായാലും കൊള്ളാം കൃഷ്ണമോളെ, നീ തന്നെ അത് പറയണം കേട്ടോ. ഇല്ല ചേച്ചി, അതെ, ഇപ്പോൾ തന്നെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമൽ. അതെയോ? എന്നിട്ട് ഞാൻ ബബിത ചേച്ചിയുടെ കയ്യിൽ കൊടുക്കാം, ചേച്ചി സംസാരിക്കും. ശരി. എന്താ ബബിതേ അവൻ പറഞ്ഞത് ഇപ്പോൾ വിളിച്ചിട്ട്? ചേച്ചി, അവൻ പറയുക നാളെ 3 മണിക്ക് അവനും ഞാനും മുമ്പ് പോയൊരു വീടുണ്ടായിരുന്നു.
അവിടേക്ക് അവിടേക്ക് ചെല്ലാനാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ കൃഷ്ണമോളെ ആയിട്ട് ചെല്ലണം, അല്ലാന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുമായിട്ട് ചെല്ലണം. അങ്ങനെ പറഞ്ഞിട്ടാണ് അവൻ കോള് കട്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ എന്താ ചേച്ചി ചെയ്യേണ്ടത്? നീ ഒരു കാര്യം ചെയ്, നിനക്കറിയുന്നതല്ലേ അവിടെ എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ. ഉവ്വ ചേച്ചി, 1-2 വട്ടം പോയിട്ടുണ്ട്. കൊള്ളാം, 1-2 വട്ടം പോയിട്ടുണ്ട് പോലും. നിനക്ക് എങ്ങനെയാ ബബിതേ ഇതൊക്കെ ഞങ്ങളോട് ഇങ്ങനെ പറയാൻ തോന്നുന്നത്? ചേച്ചി പ്ലീസ്, ഇനിയും എന്നെ കുറ്റപ്പെടുത്തരുത്, പറ്റിപ്പോയതാണ്. ശരി, ഞാൻ എന്തായാലും പപ്പയോടൊന്ന് സംസാരിക്കട്ടെ. നീ എനിക്ക് അഡ്രസ്സ് അയച്ചായിരുന്നോ? ഉവ്വ് ചേച്ചി, ഞാൻ അപ്പം തന്നെ അയച്ചതാ. ചേച്ചി അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓ സോറി എടി, ഞാനിവിടെ ഒരു ചെറിയൊരു വർക്കിലായിപ്പോയി, അതുകൊണ്ടാണ്. എന്തായാലും ഞാൻ പപ്പയോടൊന്ന് സംസാരിച്ചിട്ട് നിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. നിങ്ങൾ അപ്പോഴേക്കും പോയി ഭക്ഷണമൊക്കെ കഴിക്കേ കേട്ടോ. ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് അച്ഛനെയും കൂടി ആകെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതിരിക്കേ. അലീന അനിയത്തിമാരെ രണ്ടാളെയും സമാധാനിപ്പിച്ചുകൊണ്ട് ഫോണുമായിട്ട് സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോകുകയാണ്. സ്റ്റാൻലി അവിടെ സിറ്റ് ഔട്ടിൽ എന്തോ ലാപ്ടോപ്പിൽ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുണ്ടായിരുന്നു. അപ്പോൾ അലീന ചെന്നിട്ട് പപ്പ ബിസിയാണോ? ഏയ് അല്ലടി, അത് കമ്പനിയിൽ നിന്ന് ചെറിയൊരു റിപ്പോർട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യായിരുന്നു. പപ്പയാണോ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? പിന്നെ എക്സ് മിലിറ്ററി ആണെന്നും പറഞ്ഞിട്ട് വെറുതെ ഇരുന്ന് നേരം കളയാൻ പറ്റുമോ? അപ്പോൾ ചെറിയൊരു സംരംഭം അന്ന് തുടങ്ങി വെച്ചതാ. ഇപ്പോൾ അതൊക്കെ അത്യാവശ്യം വലിയ നിലയിലെത്തിയിട്ടുണ്ട്. ഒരു ദിവസം നിന്നെ ഞാൻ കൊണ്ടുപോകാം. ചെറിയൊരു ടൈലിൻ്റെ കമ്പനിയാണ്. അല്ല, നീ ഇപ്പം എന്താ ഇങ്ങോട്ട് വന്നത്? പപ്പ കൃഷ്ണമോളും ബബിതയും വിളിച്ചിരുന്നു. പപ്പ പറഞ്ഞതുപോലെ അവൻ്റെ അഡ്രസ്സ് തന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടായി. അതെന്താ? അത് അവൻ പറഞ്ഞിരുന്നല്ലോ, 10 ലക്ഷം രൂപ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൃഷ്ണമോളെ ആയിട്ട് അവൻ പറയുന്നിടത്തേക്ക് ചെല്ലണമെന്ന്. അതെപ്പോൾ വേണമെന്നും എപ്പോഴാണ് ടൈമെന്നൊക്കെ അവൻ പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് പറയാനായിട്ട് ബബിതയെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ അവൻ പറയുകയാണ്, അവർ മുമ്പ് എവിടെയോ പോയ ഒരു വീട് പറഞ്ഞു കൊടുത്തിട്ട് ഒന്നെങ്കിൽ കൃഷ്ണമോളെയും കൊണ്ട് ചെല്ലണം അവിടേക്ക്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയായിട്ട് ബബിതയോട് തന്നെ നേരിട്ട് ചെല്ലണം എന്ന് ആ വീട്ടിലേക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ബബിതയും കൃഷ്ണമോളും പറഞ്ഞത്. ബബിത വല്ലാത്ത ടെൻഷനിലും കരച്ചിലിലും ഒക്കെയാണ് പപ്പ. അവിടെ അച്ഛനാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടും ഇല്ലല്ലോ. എൻ്റെ ടെൻഷൻ ഇനി ഇവർ ഈ കരഞ്ഞ് വിളിച്ച് നടന്ന് അച്ഛനെ കൂടി എന്തെങ്കിലുമൊക്കെ അറിയിക്കുമെന്നാണ്. ഇനിയൊരു ടെൻഷൻ താങ്ങാനുള്ള കഴിവ് എന്തായാലും അച്ഛനുണ്ടാവില്ല. അച്ഛൻ ഇപ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. രോഹിത് കേസിൽ നിന്നൊക്കെ ഒഴിഞ്ഞപ്പോഴാണ് അച്ഛന് ഒരു മനസ്സമാധാനം കിട്ടിയത്. ഇല്ലടി, ടെൻഷൻ ആവാതിരിക്കേ. ഇത് നമുക്ക് ബാലചന്ദ്രൻ അറിയാതെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കാം. എന്തായാലും ഇനിയിപ്പോൾ അവൻ്റെ അഡ്രസ്സിൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങിക്കോളാം. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ. സ്റ്റാൻലി അലീനയോട് ആ വാക്ക് പറഞ്ഞപ്പോൾ അലീന ഒരു നിമിഷം ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. തന്നെ സ്നേഹിക്കാനിപ്പോൾ 2 അച്ഛന്മാരുണ്ടല്ലോ എന്ന ഒരു സന്തോഷത്തോടു കൂടി. അപ്പോൾ അലീന സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെയുണ്ട്, ഞാൻ പറയാം. എന്നോട് പറയാതെ ഒന്നും ചെയ്തേക്കല്ലേ. ഇല്ലടി, എന്തായാലും ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. നീ ഇപ്പോൾ തൽക്കാലം അങ്ങോട്ട് ചെല്ലേ, എല്ലാം ഞാൻ പറഞ്ഞിട്ട് തന്നെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അലീനയോട് അകത്തേക്ക് പറഞ്ഞു. ഇതേ സമയം കൃഷ്ണമോളും ബബിതയും എപ്പം നോക്കിയാലും റൂമിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ഉള്ള സംസാരമൊക്കെ കണ്ടപ്പോൾ ബാലചന്ദ്രൻ എന്തോ സംശയം തോന്നി. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ കൃഷ്ണമോളെ, നിങ്ങളെ രണ്ടാളെയും ഇന്ന് പുറത്തേക്കൊന്നും തീരെ കണ്ടതേ ഇല്ലല്ലോ. രണ്ടാളും എന്താ റൂമിൽ തന്നെ ഇരുന്നിട്ടൊരു കഥ പറച്ചിൽ? എന്താടി? ഏയ് ഒന്നുമില്ല അച്ഛാ, അത് പിന്നെ ഒന്നുമില്ല. അവിടെ ചേച്ചി എന്തോ വർക്ക് ചെയ്യാണ്, അപ്പോൾ ചേച്ചിയുടെ കൂടെ റൂമിൽ തന്നെ ഞാനും അവിടെ ഇരുന്നേ ഉള്ളൂ. ഉറപ്പാണ്? അതെ സത്യം. എന്താ അച്ഛന് അങ്ങനെ സംശയം തോന്നാൻ?
അല്ല, രണ്ടാളും കൂടി റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് അതിലെ പോയപ്പോൾ രണ്ടാളും കൂടി എന്തോ കുശു കുശു പറയുന്നതും കേട്ടു. അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഏയ് ഒന്നുമില്ല അച്ഛാ. അച്ഛൻ എവിടേക്കാ ഈ സമയത്ത്? ഇല്ല, ഞാനേ ഒന്ന് ഗോവർദ്ധനെ കാണാൻ വേണ്ടിയിട്ടാണ്. ബാങ്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അവന് കൊടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. നാളെ രാവിലെ തന്നെ ബാങ്ക് തുറക്കുമ്പോൾ അവന് പോകേണ്ടതാ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവനോടൊപ്പം അവിടെ ഇരുന്ന് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്കായിട്ട് തിരിഞ്ഞ ബാലചന്ദ്രനെ കാണുന്നത് അവിടെ നിൽക്കുന്ന വൈജയന്തിയായിരുന്നു. വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കി ഒരു ചെറു പുഞ്ചിരി കാണിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പോയിട്ട് വരാമെന്നോ എവിടേക്ക് പോകുന്നോ എന്നൊന്നും ബാലചന്ദ്രൻ വൈജയന്തിയോട് പറയാൻ നിന്നില്ല. ബാലചന്ദ്രൻ പോയി കുറച്ച് സമയങ്ങൾക്ക് ശേഷം വൈജ കൃഷ്ണമോളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ചോദിച്ചത് തന്നെയാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. ബബിതയോട് ഞാനൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അവൾ എന്നോടൊന്നും സംസാരിക്കുകയുമില്ല. അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അമ്മേ, ഒരു പ്രശ്നവും ഇല്ല. അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? അല്ല, വേറൊന്നും കൊണ്ടല്ല. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ രണ്ടാളും ഒരുപാട് സമയമായി ഈ റൂമിൽ നിന്നുള്ള സംസാരവും അടക്കി പിടിച്ചുള്ളൊരു സംസാരവും ഒക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടേ, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇല്ല അമ്മേ, അമ്മയ്ക്കത് വെറുതെ തോന്നിയതാണ്. അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. ഇല്ലെങ്കിൽ ഓക്കെ, ശരിയെന്നാ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി അകത്തേക്ക് തന്നെ പോവുകയാണ്. കൃഷ്ണമോള് തിരിച്ച് ഓടിക്കയറുകയാണ് ബബിതയുടെ റൂമിലേക്ക്. ബബിതയോടായിട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി, അച്ഛനെന്തോ സംശയം തോന്നിയെന്ന് തോന്നുന്നു. അച്ഛൻ എന്നോട് ചോദിച്ചു, എന്താ നമ്മൾ ഇങ്ങനെ റൂമിനകത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ. എനിക്കാകെ പേടിയായി ചേച്ചി അച്ഛൻ്റെ ചോദ്യം കേട്ടിട്ട്. ഞാനെന്ത് പറയുന്നായിപ്പോയി. എന്തിപ്പോൾ ചെയ്യുക? ചേച്ചിക്ക് അച്ഛനോടൊന്ന് പറയാമായിരുന്നില്ലേ? എൻ്റെ പൊന്ന് കൃഷ്ണേ, അച്ഛനോട് ഇതൊന്നും അറിയിക്കല്ലേന്ന് അലീന ചേച്ചി പോലും പറഞ്ഞത് നീ കേട്ടതല്ലേ? അച്ഛൻ ഇനി ഇതൊന്നും അറിഞ്ഞാൽ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലടി. അച്ഛന് എന്തെങ്കിലും വയ്യായ വന്നാൽ അതിന് എൻ്റെ തലയിലാവും. എല്ലാവരും ഞാനാണ് കാരണക്കാരിയെന്ന് പറയും. ദൈവത്തെ ഓർത്ത് നീ എന്നെ അങ്ങനെയും കൂടി പറയിപ്പിക്കാൻ ഇടവെക്കരുത്. നിനക്കറിയാലോ, അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് അച്ഛൻ ആദ്യമായിട്ട് അറ്റാക്ക് വരുന്നത്. അതിനുശേഷം വീണ്ടും ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്നെയും കൂടി എന്തിനാ മോളെ? വേണ്ട ബബിത ചേച്ചി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അച്ഛൻ ഇനി പിന്നീട് അറിയുമ്പോൾ. അറിയില്ലടി, നീ വേണമെങ്കിൽ അലീന ചേച്ചിയെ വിളിച്ചു ചോദിക്കേ, നമ്മളിതെല്ലാം വിളിച്ച് അച്ഛനോട് പറയട്ടെ എന്ന്. ഇല്ല ചേച്ചി, ഞാൻ എന്തായാലും പറയുന്നില്ല. ഇതേ സമയം അലീനയെ സ്റ്റാൻലിയുടെ അടുത്തേക്കായി വിളിക്കുന്നുണ്ട്. അലീന കടന്നു വരുമ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അലീന? എന്താ പപ്പ? ഈ ബബിതയോട് ഈ അമൽ എന്ന് പറയുന്ന പയ്യൻ ഒരു വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വീട്ടിലേക്ക് അവൻ അറിയാതെ ഞാനും കൂടി പോയാലോ? പപ്പ, അത് പപ്പ നേരിട്ട്. മോളെ, എന്തുകൊണ്ടും നല്ലത് അതാടി. കാരണം ഇതൊക്കെ മറ്റൊരാളോട് പറഞ്ഞ് അറിയിക്കുന്നതിനേലും എന്തുകൊണ്ടും നല്ലത് അതല്ലേ. പിന്നെ നീയല്ലേ പറഞ്ഞത് അവൻ വീട്ടിൽ ഒരൊറ്റ മകനാണ്, അവനെ പോലീസ് സ്റ്റേഷനിലൊന്നും കയറ്റി ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അത് പിന്നീട് നമുക്കും കൂടി നാണക്കേടാണെന്നൊക്കെ. ഇതാവുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് ബബിതയോട് ആ വീട് എവിടെയാണെന്ന് ചോദിച്ചറിയാം. വേണമെങ്കിൽ ഒരു ധൈര്യത്തിന് നീയും കൂടെ പോന്നോ? ആർക്ക് ധൈര്യത്തിന്? പപ്പയ്ക്കോ? ഇത് കേട്ടുകൊണ്ട് കടന്നു വരുന്ന ആൻസി അലീനയോട് പറയാണ്, മോളെ, പപ്പയും കൊണ്ട് പോകുമ്പോൾ സൂക്ഷിക്കണേ. പപ്പയ്ക്ക് വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള സ്വഭാവമാണ്. എന്തെങ്കിലും പ്രശ്നത്തിൽ പപ്പ ഇടപെട്ട് കഴിഞ്ഞാലേ പപ്പയുടെ ഒരു കൈക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ അവൻ. ആൻസിയുടെ വാക്കുകൾ കേട്ട് അലീനയ്ക്കും വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ട്. അപ്പോൾ അലീന തന്നെ ചോദിക്കുന്നുണ്ട്, പപ്പ അത് വേണോ? നമുക്ക് കൂടെ പോകണോ പപ്പ? വേണം മോളെ, നമുക്ക് പോകണം. അല്ലാതെ ഇതിനൊരു പോം വഴി
കുറച്ച് വളഞ്ഞ വഴികളായിരിക്കും. ഇതാവുമ്പോൾ അവനായിട്ട് തന്നെ നമുക്ക് ഇട്ട് തന്ന ഒരു വഴിയല്ലേ. അതിലൂടെ ബബിതയ്ക്കൊപ്പം നമുക്കും അങ്ങോട്ട് പോവാടി. അവൻ എന്താ ചെയ്യാൻ പോണതെന്ന് നമുക്കൊന്ന് കാണാലോ. ആദ്യം തന്നെ അവനും അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളെത്തണം. ആ വീടിനകത്തേക്ക് കയറി പറ്റാൻ നോക്കണം. അതിനു മുമ്പ് ബബിതയോട് നീ വിളിച്ച് പറയണം, ആ വീട്ടിൽ നാളെ നമ്മൾ വരുമ്പോൾ ആരൊക്കെ ഉണ്ടായിരിക്കുമെന്നും നല്ല രീതിക്ക് അവനോട് ചോദിച്ചറിയാം. എന്നിട്ട് നമ്മളെ വിളിക്കാൻ പറ. നമുക്ക് നല്ലൊരു പ്ലാനിങ് തന്നെ ഉണ്ടാക്കി അങ്ങ് പോയേക്കാം മോളെ. പപ്പ വളരെ കോൺഫിഡൻസിലാണല്ലോ. ഒരു ആർമി ഉദ്യോഗസ്ഥനോടാണോ നീ പറയുന്നത്? കൊള്ളാം. എത്രയോ യുദ്ധങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ളൊരു മിലിറ്ററി ഓഫീസറെയാണ് നീ നേർക്ക് നേർ നിന്ന് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഇത് കേൾക്കുന്ന നാൻസി പറയുന്നുണ്ട്, ഓ വല്ല കാര്യം ഉണ്ടായിരുന്നോ എൻ്റെ അലീന കൊച്ചേ. ഇനിയിപ്പോൾ കുറേ വെടിവെച്ച കഥകളും ബോംബിട്ട കഥകളൊക്കെ കേൾക്കേണ്ടി വരും. അതൊന്നും കേൾക്കണ്ടെങ്കിലേ വേഗം പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആൻസി അകത്തേക്ക് പോവുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ അലീനയും ആൻസിക്കൊപ്പം പോവുകയാണ്. തുടർന്നുള്ള കഥയുമായി ഉടൻ തന്നെ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. ചാനലും വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.